സ്നേഹം നിറഞ്ഞ എല്ലാ സിനിമാ പ്രേമികൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ കുറച്ച് നാളുകളായി മലയാള സിനിമയിൽ വരുന്ന വാർത്തകളാണ്. അതുകൂടാതെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സമരവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ സിനിമാ അഭിനേതാക്കളുടെ പ്രതിഫലത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ മാനേജർ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ ഇൻ്റർവ്യൂവിൽ പറയുന്നത് ചില നടന്മാർക്ക് പ്രതിഫല തുക വളരെ അധികമാണ്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിലേക്ക് ഒന്ന് പോകാം. താരങ്ങളുടെ പ്രതിഫലമാണ് കഴിഞ്ഞ കുറേ നാളുകളായി മലയാള സിനിമാ ലോകത്ത് പ്രധാന ചർച്ചകളിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ജൂൺ മാസത്തിൽ ആണ് സമരം പ്രഖ്യാപിച്ചത്. അപ്പോൾ സിനിമാ സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉന്നയിക്കുന്ന പ്രധാനമായ അവരുടെ ഒരു ആവശ്യങ്ങളൊന്നാണ് അഭിനേതാക്കൾ പ്രതിഫലം കുറയ്ക്കണമെന്നുള്ളത്. എന്നാൽ അമ്മ സംഘടനയിലെ അംഗങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ ആ നടന്മാരൊക്കെ ഈ വാദത്തെ അംഗീകരിക്കുന്നില്ല. കാരണം മാർക്കറ്റ് മൂല്യം ഉള്ളവർ പ്രതിഫലം കൂട്ടുന്നതിൽ എന്താണ് തെറ്റെന്നാണ് പലരുടെയും ചോദ്യം. അപ്പം മറുവശത്തുള്ളവർ പറയുന്നതോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നതോ എന്നാൽ വാങ്ങുന്ന പ്രതിഫലത്തിനനുസരിച്ചുള്ള ഒരു സാമ്പത്തിക നേട്ടം ഈ അഭിനേതാക്കളുടെ സിനിമയ്ക്ക് ഉണ്ടാകുന്നില്ല എന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഒരു വാദം. അങ്ങനെ വന്നപ്പോൾ അഭിനേതാക്കളുടെ പ്രതിഫലത്തെ കുറിച്ച് സംസാരിക്കുകയാണ് പ്രൊഡക്ഷൻ മാനേജറായ മണക്കാട് രമേശ് എന്ന് പറയുന്ന ഒരു വ്യക്തി. അപ്പോൾ ചില ഇന്റർവ്യൂകളിലെല്ലാം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് നോക്കാം. പ്രതിഫലം കുറയ്ക്കാനായിട്ട് താരങ്ങൾ തയ്യാറാകുന്നില്ലെന്നും സംഘടനകൾക്ക് ഇതിൽ നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയില്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത്. താരങ്ങൾ ശമ്പളം വാങ്ങിക്കും, എന്നാൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ശമ്പളം നിശ്ചയിച്ചാൽ ആരും അങ്ങനെ അഭിനയിക്കാനായിട്ട് വരില്ല. അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. കാരണം ഇന്ദ്രൻസിനൊക്കെ അദ്ദേഹം കൊടുക്കുന്ന സമയത്ത് ഒരു പടത്തിനൊക്കെ 10,000 15,000 ഉള്ളൂ മാർക്കറ്റ് വാല്യൂ. ഇന്ന് ഒരു ദിവസത്തിനൊക്കെ അദ്ദേഹം വാങ്ങിക്കുന്നത് 2 ലക്ഷം രൂപയാണെന്നാണ് പറയുന്നത്. ഇത് നടന്മാരുടെ ശമ്പളം കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ചില നടന്മാർ 10 ലക്ഷം വരെ വാങ്ങിക്കുന്നവരൊക്കെ ഉണ്ട്, മാർക്കറ്റ് വാല്യൂ ഇല്ലാത്ത നടന്മാർ. അതിൽ ചെമ്പൻ വിനോദൊക്കെ ചോദിക്കുന്നത് 15 ലക്ഷമാണെന്നാണ് പറയുന്നത്. അതുകൂടാതെ ബിജു മേനോൻ ചോദിച്ചാലും കുഴപ്പമില്ല, 10-20 ലക്ഷം രൂപ കൊടുക്കാം. പടം വിറ്റാൽ പൈസ കിട്ടും, പടം ഓടും. എന്നാൽ ചില നടന്മാര് കൂടുതൽ പൈസ ചോദിക്കുന്നവരുണ്ട്, പക്ഷെ അവരുടെ പടത്തിന് അത്ര മാർക്കറ്റ് വാല്യൂ കിട്ടില്ല. അവർക്കൊക്കെ പൈസ കൊടുത്തിട്ട് എന്ത് കാര്യമാണെന്നാണ് പുള്ളിക്കാരൻ ചോദിക്കുന്നത്. അതുകൂടാതെ ജോർജ് ജോർജ് ഇപ്പോൾ ഒരു 1 കോടി രൂപയാണ് ഇപ്പോൾ പ്രതിഫലം വാങ്ങിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ആർട്ടിസ്റ്റുകളുടെ ശമ്പളം സംഘടന വിചാരിച്ചാലൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നത്, കാരണം അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ എന്ന് പറയുന്നത് ജഗതി ശ്രീകുമാറാണ്. ഒരു ടെൻഷനും മറ്റുള്ളവർക്ക് കൊടുക്കില്ല. അദ്ദേഹം കൃത്യമായിട്ട് വന്ന് അഭിനയിച്ചു പോകും. ഈസിയാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാനാണെന്ന് എന്തോ ആൾ പറയുന്നത്. പക്ഷെ എന്തോ ഭാഗ്യക്കേട് കൊണ്ടാണ് അദ്ദേഹത്തിന് അപകടം പറ്റി കിടപ്പിലായതെന്നും ഈ മണക്കാട് രമേശ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നു. നിരവധി സിനിമകളിൽ പ്രൊഡക്ഷൻ മാനേജറായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് വെച്ചാൽ അദ്ദേഹത്തെ കൂടുതൽ ബുദ്ധിമുട്ടിച്ച നടൻ നമ്മുടെ അന്തരിച്ച മുരളിയാണെന്നാണ് പറയുന്നത്. കാരണം മുരളിയെ കുറിച്ച് നമുക്ക് അവസാന കാലത്ത് മദ്യപാനം കൊണ്ട് വളരെ ദൂഷ്യഫലങ്ങൾ ആ വ്യക്തിക്കും ഉണ്ടായി. അതുകൂടാതെ നിർമ്മാതാക്കളും ഉണ്ടായതൊക്കെ ആയിട്ട് അന്നത്തെ ചില വാരികളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഷൂട്ടിംഗ് സമയത്ത് വരാതിരിക്കുക, വന്നാൽ തന്നെ ഷൂട്ടിങ്ങുമായി സഹകരിക്കാതിരിക്കുക തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ മുരളി കാരണം ഉണ്ടായിട്ടുണ്ടെന്നും പറയുന്നു. കാരണം അദ്ദേഹത്തിന്റെ മദ്യപാനമാണ് അദ്ദേഹത്തെ കേടാകുന്നത്. നല്ല നടനാണ് മുരളി, പക്ഷെ അദ്ദേഹത്തിന്റെ മദ്യപാനം അദ്ദേഹത്തെ വളരെ മോശമാക്കി അവസാന കാലഘട്ടത്തിൽ. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ 100 കോടിയൊക്കെ ഒരു ചിത്രം ക്ലബിൽ എത്തിയെങ്കിൽ കൂടിയും നിർമ്മാതാക്കൾക്ക് അതുകൊണ്ട് വലിയൊരു സാമ്പത്തിക ലാഭം ഉണ്ടായതായി നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്നത്. അതൊരു ഫിഗർ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൂടാതെ എന്ന് വെച്ചാൽ ഇപ്പം നിർമ്മാതാക്കളൊക്കെ ഒരു കേഷ്യറിന്റെ റോൾ പോലെ, ഒരു കേഷ്യർ പോലെയാണ്. പൈസ അങ്ങനെ എണ്ണി കൊടുക്കുക എന്നതാണ് ഒരു നിർമ്മാതാവ് ഇപ്പോൾ വഹിക്കുന്ന ചുമതല എന്നാണ് പറയുന്നത്.